വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ക്രിസ്തീയ ശിഷ്യത്വത്തിനുള്ള ആഹ്വാനം പുതിയ നിയമത്തിൻ്റെ പ്രത്യേകതയാണ്. കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയ മഹാ ആജ്ഞ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം, സകല ജാതികളെയും ശിഷ്യരാക്കണം. മത്തായി 28:20. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് യേശുവിനെ പിന്തുടരുവാനും യേശുവിൽ നിന്ന് പഠിക്കുവാനും വലിയൊരു കൂട്ടം ശിഷ്യർ തന്നെ ഉണ്ടായിരുന്നു. തന്നെ അനുഗമിച്ചവർക്ക് ശിഷ്യത്വത്തിനായിട്ടുള്ള ശക്തമായ നിർദ്ദേശങ്ങളും യേശു കർത്താവ് നൽകുകയുണ്ടായി. മശിയുടെ വരവിന് വേണ്ടി യഹൂദജാതി കാത്തിരുന്ന കാലത്ത് തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ച യോഹന്നാനും ശിഷ്യന്മാർ ഉണ്ടായിരുന്നു. യോഹന്നാൻ തൻ്റെ 2 ശിഷ്യന്മാർക്ക് യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനെക്കുറിച്ച് യോഹന്നാൻ 1:35 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യോഹന്നാൻ പറയുന്നത്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ 1:36. യോഹന്നാൻ്റെ സാക്ഷ്യം കേട്ട ശിഷ്യന്മാർ യേശുവിനെ അനുഗമിക്കുവാൻ തയ്യാറായി. തൻ്റെ ശിഷ്യന്മാരായിരുന്നിട്ടും യേശുവിനെ അനുഗമിക്കുവാനുള്ള അവരുടെ താല്പര്യത്തെ യോഹന്നാൻ തടസ്സപ്പെടുത്തിയില്ല. അവർ യേശുവിനെ അനുഗമിച്ചു. ഇന്നത്തെ നേതാക്കന്മാർ അണികളെ ചൊൽപ്പടിക്ക് നിർത്തുന്നവരാ. എന്നാൽ യോഹന്നാൻ അവരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരുന്നു. തൻ്റെ ശിഷ്യന്മാരെ യേശുവിനെ ഇട്ടുകൊടുക്കുവാൻ യോഹന്നാന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. സ്വന്തം വളർച്ചയേക്കാൾ മറ്റുള്ളവരുടെ വളർച്ചയ്ക്കും രക്ഷയ്ക്കും മുൻഗണന നൽകുന്നവരാ യഥാർത്ഥ നേതാക്കന്മാരും ശിഷ്യന്മാരും. എല്ലാം നേടുന്നതിലൂടെ മഹത്വം വെട്ടുപിടിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് യോഹന്നാൻ ഒരു ബദൽ മാതൃകയാണ്. ഒരു യഥാർത്ഥ ശിഷ്യൻ സ്വന്തം ഗുണത്തെക്കാളും നിലനിൽപ്പിനേക്കാളും ഊന്നൽ നൽകേണ്ടത് മറ്റുള്ളവരുടെ നന്മയ്ക്കായിരിക്കണം. യേശു കർത്താവ് കാണിച്ചു തന്ന മാതൃകയും ഇത് തന്നെയാണ്. ശുശ്രൂഷ ചെയ്യിപ്പിക്കുവാനല്ല, പിന്നെയോ ശുശ്രൂഷിക്കുകയും ജീവനെ നൽകുവാൻ തയ്യാറാകുകയും ചെയ്യുന്നവരാ യഥാർത്ഥ ശിഷ്യന്മാർ. യോഹന്നാനെ പോലെ യഥാർത്ഥ ശിഷ്യനായി അനേകരോട് യേശുവിനെ കുറിച്ച് പറയുവാൻ നമുക്ക് കഴിയണം. യോഹന്നാൻ്റെ അനുവാദം ലഭിച്ച 2 ശിഷ്യന്മാരും യേശുവിനെ അനുഗമിക്കുവാൻ തയ്യാറായി. അവർ യേശുവിനെ അനുഗമിച്ചു. ഇന്ന് ആലയ ആരാധനകളിൽ നമുക്ക് നൽകപ്പെടുന്ന വചനം കേൾക്കുന്നതിൽ ഉപരിയായി വചനമനുസരിച്ച് യേശുവിനെ അനുഗമിക്കുന്ന അനുഭവത്തിലായിത്തീരുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ദിനംതോറും വചനം ധ്യാനിക്കണം. വചനത്തിനനുസരണമായി കർത്താവിനോട് ചേർന്ന് ജീവിക്കണം. ദൈവവചനത്തിൻ്റെ സാക്ഷിയായി തീരണം. അതാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ്റെ സാക്ഷ്യം അന്ത്രയോസിനെ സത്യത്തിലേക്ക് നയിച്ചു. അന്ത്രയോസ് യേശുവിനെ അനുഗമിച്ചു. അന്ത്രയോസ് യേശുവിനോട് കൂടെ പാർക്കുവാൻ താല്പര്യപ്പെട്ടു. തന്നോടുകൂടി പാർക്കുവാൻ യേശു അന്ത്രയോസിനെ അനുവദിച്ചു. യോഹന്നാൻ 1:38. തന്നെ അനുഗമിക്കുന്ന ആരെയും ഉൾക്കൊള്ളുന്നവനാ യേശു. എത്ര വലിയ പാപിയായിരുന്നാലും യേശു നമ്മെ വെറുക്കുകയില്ല. നമ്മുടെ കുടുംബ പാരമ്പര്യമോ സാമ്പത്തിക സ്ഥിതിയോ സ്ഥാനമാന പദവികളോ ഒന്നും യേശു നോക്കില്ല. അതൊന്നും യേശുവിന് വേണ്ട. അതൊന്നും കർത്താവിന് ആവശ്യമില്ല. കർത്താവ് എല്ലാവരോടും പറയുന്നത്, വരിക, എന്നോടുകൂടി പാർക്ക, എൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുക. യേശുവിനോടുകൂടി പാർത്ത് യേശുവിനെ അനുഭവമാക്കി പുതിയ അനുഭവത്തോടു കൂടി ശിഷ്യന്മാർ മടങ്ങി വന്ന അന്ത്രയോസ് ആദ്യം ചെയ്ത് തൻ്റെ സഹോദരൻ ശിമോനോട് മശിഹായെ കുറിച്ച്, ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷിക്കുകയാണ്. അതുമാത്രമല്ല, തൻ്റെ സഹോദരനെ യേശുവിൻ്റെ അടുക്കൽ എത്തിക്കുകയും ചെയ്തു. യോഹന്നാൻ 1:41-42 വാക്യങ്ങൾ. കർത്താവിനെ അറിയുന്നവർ മറ്റുള്ളവർക്ക് യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കണം. മറ്റുള്ളവരെ യേശുവിലേക്ക് നടത്തണം. യേശുവിനെ കണ്ടെത്തുന്നവരുടെ ജീവിതത്തിന് ആകമാനം മാറ്റം സംഭവിക്കും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു.
പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. 2 കൊരിന്ത്യർ 5:17 യേശുവിനെ അനുഭവമാക്കിയ അന്ത്രയോസ് തൻ്റെ ഭവനത്തിൽ സുവിശേഷ വേല ആരംഭിച്ചു. ഇന്ന് അനേകരും സ്വന്തം ഭവനത്തിൽ സുവിശേഷം അറിയിക്കുന്നതിൽ പരാജയപ്പെടുന്നു. എന്താ അതിന് കാരണം? ഭവനത്തിലുള്ളവർക്ക് വളരെ വ്യക്തമായി നമ്മെ അറിയാം. ചുരക്ക എത്ര കഴിയെടുത്താലും അതിൻ്റെ കയ്പ് മാറില്ലല്ലോ. ഇന്ന് പല സുവിശേഷകന്മാരും ഭവനത്തിൽ പിശാചുക്കളാണ്, ഭവനത്തിന് പുറത്ത് മാലാഖമാരുമാണ്. നമ്മുടെ സുവിശേഷ ഘോഷണം അകത്തും പുറത്തും ഒരുപോലെ ആയിരിക്കണം. നമുക്ക് ലഭിച്ച സുവിശേഷ സത്യത്തിൻ്റെ തുടക്കം ഭവനത്തിലായിരിക്കട്ടെ. പിന്നെ സ്നേഹിതന്മാരുടെ മുൻപിൽ നമുക്ക് സുവിശേഷം പറയാം, പിന്നെ ചുറ്റുപാടുകളിലേക്ക്. കർത്താവെ, അനുഭവിച്ചറിഞ്ഞ് യേശുവിൻ്റെ വിശ്വസ്ത സാക്ഷിയായി നിൽപ്പാൻ എന്നെയും ഒരുക്കണമേ. ആമേൻ.